ഗുഡ് മോർണിംഗ് എവ്രിവൺ, വെൽക്കം ടു മൈ അനദർ വ്ലോഗ്. ഇതാണ് എൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ. ഇത് ഞാൻ ഇന്നും കാണിക്കുന്ന ബാൽക്കണിയല്ല, ഇതെൻ്റെ വേറെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡ് കാണാം. അതാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് കാണാം. ഇതാണ് കേട്ടോ, അവിടുന്ന് സീ കാണാനുണ്ട്. ഇവിടുന്ന് ഇത്തിരി കൂടി ക്ലോസർ ലുക്കാണ് സീയുടെ, ക്ലോസർ ലുക്ക് കാണാം. പിന്നെ ഇതാണ് നീണ്ടു കിടക്കുന്ന റെയിൽപ്പാളം. ഇവിടുന്ന് കുറച്ചടുത്താണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട്, ഒരു ഈവനിങ്ങുകളിൽ ഇരിക്കാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നണം കേരളം ഭയങ്കര ഭംഗിയോണ്ടും സാക്ഷരത കൊണ്ടും എല്ലാം മുന്നിലാണ് കേരളം. പക്ഷെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു ചോരക്കളന്ന് പേരിടായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന സംഭവങ്ങളൊക്കെ അത്ര ഒരു സുഖമുള്ള കാര്യങ്ങളല്ല. എന്താണ് ഈ ജനറേഷന് പറ്റിയെന്ന് അറിയില്ല. അതായത് ഒരു ഇപ്പോൾ നടക്കണ ഇപ്പോൾ ഒരു 20s അങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഒരു 15 years തൊട്ടിട്ട് തന്നെ നമുക്ക് പറയാം. ഇന്നലെ ഞാൻ ന്യൂസ് കേൾക്കുകയാണെങ്കിൽ 12 years കുട്ടി 4 മാസം പ്രായമുള്ളൊരു കുട്ടീനെ കിണറ്റിട്ടു എന്നുള്ളതാണ് കേട്ടത്. സോ ഭയങ്കര എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഇവിടുത്തെ വെതറിൻ്റെ ആണോ അതോ ഈ ഭൂമിയുടെ എന്താണോ എന്നറിയില്ല. കേരളം ഫുൾ ഞാൻ വിചാരിച്ചു 2025 ബെറ്റർ ആയിരിക്കും 2024-നേക്കാളും. പക്ഷെ ഇപ്പോൾ കേൾക്കണത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ജാൻ ഫെബ് ഇപ്പോൾ മാർച്ച് ആയിട്ടേ ഉള്ളൂ. ഈ ഒരു 3 മാസത്തിൽ തന്നെ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ബ്ലോഗ് വേണ്ടി വരും എന്ന് പറയാൻ പറ്റില്ല. സോ രാവിലത്തെ കുറേ റൊട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക എന്നറിയില്ല. ഡെയിലി അതാണ് ഒരു ചിന്ത, എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി ബാൽക്കണിയിൽ ഇപ്പോൾ ഇരിക്കാൻ സമയമില്ല, ഇനി ഈവനിങ് ടൈമിൽ ഇരിക്കാൻ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെയാണ് അധികം ഇരുന്ന് കഴിക്കാറ്. ചിലപ്പോൾ ഞാൻ ഡൈനിങ്ങിൽ ഇരുന്ന് കഴിക്കും. ഇവിടെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഇരുന്ന് കഴിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഒരു ഈസിയാണ്. ഇവിടെ നിന്നാണ് എനിക്ക് ഷിപ്പ് യാർഡ് വ്യൂ ഉണ്ട് അവിടേക്ക്. സോ പുറത്തേക്ക് നോക്കിയിട്ട് കഴിക്കാം. നന്നായിട്ടുണ്ട്. എൻ്റെ ചട്നി പൊതുവെ നന്നാണെന്നാണ് എല്ലാവരും പറയാറ്. ഇത് ഞാനിപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടി യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചി ഒരു പീസും പിന്നെ സോൾട്ടും പിന്നെ ടെമ്പറിങ് ചെയ്യുന്നുണ്ട്, മസ്റ്റർഡ് സീഡ്സും റെഡ് ചില്ലിയും, അത്രയേ ഉള്ളൂ. പെർഫെക്റ്റ്. അപ്പോഴാ ചില്ലി നന്നാവണം. നമുക്ക് ചില്ലി കുറച്ച് എരിവുള്ള ചില്ലി ആവുമ്പോൾ ചില ചില്ലീസിന്റെ ടേസ്റ്റ് ചട്നിക്ക് അത്ര നന്നാവാറില്ല. ദിസ് ഇസ് ഗുഡ്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ്, അതായത് പൊട്ടാറ്റോ,
എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാണ്. ഞാൻ ഓയിൽ യൂസ് ചെയ്യാതെയാണ് ചെയ്യണത്. മേ ബി കുറച്ചൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന ടേസ്റ്റ് കിട്ടില്ലെങ്കിലും ഇത് നമുക്ക് ശീലമായി കഴിയുമ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് ഇഷ്ടാവും. കാരണം ഓയില്, ഷുഗർ ഇതൊക്കെ അപ്പോൾ അത്ര ഒരു ഗുഡല്ല എന്നാണല്ലോ പൊതുവെ പറയണത്. അതുകൊണ്ട് ഞാനല്ലെങ്കിലും എയർ ഫ്രയർ യൂസ് ചെയ്യാറുണ്ട്. കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 10 years ആയിട്ട് ഞാൻ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സിമ്പിൾ ഫ്രൈ ആണ്. ഞാൻ നോർമലി എന്താ ഉള്ളത് ഇപ്പോൾ കുറച്ച് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഗരം മസാല ഇടാം. ഇനിയിപ്പോൾ കുറച്ച് കൊറിയൻഡർ പൗഡർ, അതായത് മല്ലിപ്പൊടി ഇടണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നോർമലി വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത്. ഒരു ദിവസം ഇനി വേറൊരു രീതിയിലും ചെയ്ത് നോക്കണം. ഞാൻ നോർമലി ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യണ പോലെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കട്ടിങ് ആണ്. ഞാൻ നോർമലി ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ സമയത്ത് എനിക്കൊരു ഗ്രീൻ കളർ ഇതിൽ കണ്ടു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഗ്രീൻ കളർ? അല്ല, അതെനിക്കറിയില്ല ഇറ്റ്സ് ഗുഡ് ഓർ നോട്ട്. എനിവേ ഞാൻ ആ ഗ്രീൻ കളർ പാർട്ട് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. സോ പൊട്ടാറ്റോ കട്ട് ചെയ്ത് റെഡിയാണ്. സോ ഐ ഹാവ് ടു മാരിനേറ്റ് ഇറ്റ് ലിറ്റിൽ ബിറ്റ്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഉപ്പാണ് കുറച്ച് ചേർക്കണേ. അതിനുശേഷം ഞാൻ കുറച്ച് സ്പൈസി, എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി പൗഡർ, ടർമറിക് അധികം വേണ്ട, കുറച്ച് ടർമറിക് പൗഡർ, അങ്ങനെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യാണ് ഫസ്റ്റ് കൈ കൊണ്ട്. നമുക്ക് ഇത്ര വെളിച്ചെണ്ണ പോരല്ലോ, എത്രയോ എണ്ണയിലല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുക. അപ്പോൾ എയർ ഫ്രൈ ആവുമ്പോൾ നമുക്ക് അധികം എണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ മുമ്പും എയർ ഫ്രൈ ഇങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട്. ഇത് ഇപ്പോൾ പൊട്ടാറ്റോ അല്ലാതെ നമുക്കിതിൽ, അതായത് കയ്പ്പയ്ക്ക, ഞങ്ങളുടെ നാട്ടിലൊക്കെ കയ്പ്പയ്ക്ക എന്ന് പറയും, ഇവിടെയൊക്കെ പാവയ്ക്ക എന്ന് പറയും. പാവയ്ക്ക ഇങ്ങനെ ചെയ്യും. പിന്നെ പയർ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത്, ഈവൻ മുളക് പോലും നമുക്ക് ചെയ്യാം. ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ ഇതേ മിക്സ് യൂസ് ചെയ്തിട്ട് മുളകിനെ നടുവ് കൂടെ കീറിയിട്ട്, അതിനി ഒരു ദിവസം ഞാൻ കാണിച്ചു തരും. ഇറ്റ്സ് ഓൾസോ വെരി ടേസ്റ്റി. എയർ ഫ്രയർ ഇപ്പോൾ 5 minutes ഞാൻ പ്രീ ഹീറ്റ് ചെയ്യും. ഓൾറെഡി ഇത് 180 ഡിഗ്രിയിലാണുള്ളത്. 5 minutes ഞാൻ പ്രീ ഹീറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ പൊട്ടാറ്റോ ഇട്ടിട്ട് 10 minutes ഫ്രൈ ചെയ്യും. ലെറ്റ്സ് സീ, ആഫ്റ്റർ 10 minutes ഇത് ആവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 5 minutes കൂടി വെക്കണം. ഇതാണ് മാരിനേറ്റഡ് പൊട്ടാറ്റോ. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇപ്പോൾ ഇന്ന് എനിക്ക് മോരൊഴിച്ച് കൂട്ടാനാണ്, പിന്നെ ബീൻസ് ആണുള്ളത്, ബീൻസ് ഉപ്പേരി. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു ഗുഡ് കോമ്പിനേഷനാണ് പൊട്ടാറ്റോ. ഇപ്പം ഞാൻ പൊട്ടാറ്റോ ഇടാൻ പോവാണ്. ഇതിൽ ഓൾറെഡി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ട്. ഇത് എയർ ഫ്രയറിനായിട്ട് കിട്ടുന്നതാണ്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാനിപ്പോൾ ഈ പൊട്ടാറ്റോസ് ഇതിൽ വെക്കാൻ പോവാണ്. ഇതൊന്നും ഓയിലല്ല കേട്ടോ, ഇത്രയും നിങ്ങൾക്ക് ഇങ്ങനെ വാട്ടറി കാണുന്നത് സോൾട്ടിൻ്റെ ആണ്. സോൾട്ട് ഇത് അലിയുമ്പോൾ അതിങ്ങനെ വാട്ടറി ആവണാണല്ലോ. ഇതിന് ഞാൻ കുറച്ച് ഓയിലേ ഇട്ടിട്ടുള്ളൂ. സോ ഞാൻ ഇങ്ങനെ എല്ലാം കൂടി ഞാൻ മേലെ തന്നെ ഞാൻ ഇടും. ഇതാവും ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ച് ഇട്ടിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ ഫുള്ള് 1 go ഇടാൻ പോവാണ്. ബിക്കോസ്
ഞാൻ 10 minutes ആണ് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് 15 minutes തന്നെ ഇടാനാണ് വിചാരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് 15 minutes. ഞാനിപ്പോൾ ഇത് ഈ പൊട്ടാറ്റോ തിരിച്ചിട്ടു. മറ്റേക്ക് ഞാൻ 5 minutes വെക്കാൻ പോവാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ലഞ്ച് പ്ലേറ്റ്. ഇതാണ് ഞാൻ ഇപ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ. ആൻഡ് മോരുകറി ഉണ്ട്, ബീൻസ് ഉപ്പേരി ഉണ്ട്. आज ट्यूसडे आई थिंक इसी के वही रीजन है कि मॉल जो है खाली दिख रहा है एंड दिस इज एग्जैक्टली द वे वी लाइक इट. बहुत ज़्यादा भीड़. ഞാൻ എപ്പോഴും ചായ കുടിക്കാറില്ല. കുറേ ദിവസമായി ചായ കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ അറിയില്ല ചായ കുടിക്കണം തോന്നി. ഒരു ചായയും പിന്നെ മലയാളികളുടെ അൺഹെൽത്തി ഫുഡായ ബനാന ചിപ്സ്. ഇപ്പോൾ ബനാന ചിപ്സ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ഫുൾ വീഡിയോസാണ് ഒരു 1-2 ബനാന ചിപ്സ് എടുത്ത് കത്തിക്കണതും അതിൽ നിന്ന് എത്ര ഓയിൽ താഴെ വീഴണമെന്നുള്ളതും. സോ അത് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഞാൻ കഴിക്കാൻ പാടില്ലായിരുന്നു. സോ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അങ്ങനത്തെ അൺഹെൽത്തി സ്നാക്സ് വാങ്ങി വീട്ടിൽ വെക്കില്ല. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയതല്ല, ഇതെൻ്റെ മോള് കൊടുത്തു വിട്ടിട്ടുള്ളായിരുന്നു. അതായത് എൻ്റെ മോളുടെ ക്യൂവിൻ്റെ കെയർ ടേക്കർ, മോളുടെ മെയ്ഡ് കം ക്യൂവിനെ നോക്കണ ലേഡി ഉണ്ട്. അവർ നാട്ടിൽ പോയി വരുമ്പോൾ കുറേ സ്നാക്സ് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ മോള് കൊടുത്തു വിട്ട, കാരണം മോളും അത്ര സ്നാക്സ് ഒന്നും അവിടെ വേണ്ടാത്തതുകൊണ്ട് കുറേ അവിടെ വേസ്റ്റ് ആയി പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് ബനാന ചിപ്സ് കൊടുത്തു വിടും. ഒരു പാക്കറ്റ് എനിക്ക് കൊടുത്തു വിട്ടുള്ളൂ, വേറെ പലതും കൊടുത്തു വിട്ട്. എൻ്റെ കൂട്ടത്തിൽ ഒരു ബനാന ചിപ്സിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ലൻഡിലായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സ്നാക്സ് ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് അടയ്ക്കും. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, കാണാതെ മറച്ച് വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഞാൻ നോക്കുമ്പോൾ തന്നെ കാണാതെ ഇല്ല, എനിക്ക് തന്നെ അറിയാലോ ഞാൻ എവിടെ വെച്ചിരിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനത് ഇന്നലെ കണ്ടു. ഞാൻ ഇന്നലെ ഇന്ന് കുറച്ച് എടുത്ത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ ഈവനിങ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചോയ്യോ ഇനി ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ അതിലിനി കുറച്ചേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല, റെയറാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ചായ കുടിക്കണം എന്ന് എന്തോ തോന്നി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വ്ളോഗും ന്യൂസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തോന്നി ചായ കുടിക്കണം. അപ്പോഴാണ് എനിക്ക് ചിപ്സിൻ്റെ പാക്കറ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്നെടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴപ്പോൾ ഓർമ്മ വന്നു ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറേ വീഡിയോസ്. ഇപ്പോൾ റിപ്പീറ്റഡ്ലി ആൾക്കാർ ഒരു കോപ്പി പേസ്റ്റ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിപ്സ് കത്തിക്കുന്ന വീഡിയോ. പക്ഷെ നമ്മളെ മലയാളികളല്ലേ, നമ്മൾ ഈ അൺഹെൽത്തി ബനാന ചിപ്സ് എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം. ആരും അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബനാന ചിപ്സ് വെറുക്കണ ഒരാൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അഡിക്റ്റഡ് അല്ലെങ്കിലും കഴിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി തൊട്ടിട്ട് ഞാൻ ഫ്രൈഡ് ഒരു സ്നാക്കും മേടിച്ച് വെക്കില്ല എന്ന്. ഇപ്പോൾ നിലവിലിവിടെ ഒരു ഫ്രൈഡ് സ്നാക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ക്യൂവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിങ്കിൾസ് സീല് പൊട്ടിക്കാതെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായിരിക്കും ഒരിക്കലും ഞാൻ എടുത്ത് കഴിക്കില്ല. അത് ക്യൂവിന് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ക്യൂവിന് തന്നെ ആയിരിക്കും അതല്ലാതെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സും അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കില്ല ചോക്ലേറ്റ്സ് ഒന്നും. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ ബനാന ചിപ്സ് ഞാൻ എന്തായാലും ഇനി ഒരു സ്നാക്സും ഞാനിപ്പോൾ തൽക്കാലം ഈ മന്തിൽ ഞാൻ വാങ്ങിക്കഴിക്കില്ല. ഈ മന്ത് എന്നല്ല, ഞാൻ ഇപ്പോൾ പരമാവധി തന്നെ ഞാൻ ഇപ്പോൾ കുറേ ഡോക്ടേഴ്സൊക്കെ ഷുഗർ കഴിക്കരുത് എല്ലാം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും കുറച്ച് മോട്ടിവേറ്റഡ് ആവാറുണ്ട് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട്. എത്ര ദിവസം ഇല്ല ആവാറുണ്ട് മോട്ടിവേറ്റഡ്. അപ്പോൾ പലതും കഴിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചായയും കാപ്പിയും അവോയ്ഡ് ചെയ്യണത്. കാരണം ചായ കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ഷുഗർ, എനിക്ക് ബ്രൗൺ ഷുഗർ അത്ര സൂട്ട് ആവാറില്ല. അപ്പോൾ ഞാൻ വൈറ്റ് ഷുഗർ തന്നെയാണ് ഇടാറ്. ഇവിടെ മോൾ ഐഷുവൊക്കെ ബ്രൗൺ ഷുഗറാണ്. പക്ഷെ എനിക്കത് ഇന്നിപ്പോൾ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ എനിക്ക് വൈറ്റ് ഷുഗർ ഉണ്ടായിരുന്നില്ല, ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ഇട്ട് തന്നെയാണ് കുടിച്ചത്.
അപ്പോൾ ഇനി ഞാൻ കഴിക്കില്ലെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പണ്ടത്തെ കാലമാണെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ എന്നും സ്നാക്സ് കഴിക്കില്ല. ആ കാലങ്ങളിൽ നമ്മൾ കുറേ ഫ്രൂട്ട്സും നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്ന പല കാര്യങ്ങളും അങ്ങനത്തെ കുറേ ഹെൽത്തി ഐറ്റംസ് അല്ലേ കഴിക്കുക. എന്നും ഷുഗർ, എന്നും ചോക്ലേറ്റ്സ്, എന്നും സ്വീറ്റ്സ്, ഐസ്ക്രീമൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വാങ്ങി സൂക്ഷിക്കാറില്ലല്ലോ പഴയ കാലങ്ങളിലൊന്നും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ആ സാധനങ്ങളൊന്നും വാങ്ങി ഫ്രിഡ്ജിൽ വെക്കരുത്. നിങ്ങൾക്ക് കഴിക്കേണ്ട, നിങ്ങൾക്ക് ഒരു ഡയറ്റ് പോലെ ഇരിക്കണം. നിങ്ങൾ വേണ്ടതേ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കാൻ പാടും. പിന്നെ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചീറ്റ് ഡയറ്റ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ഗസ്റ്റ് വന്നു അപ്പോൾ അവരുടെ കൂടെ കഴിക്കുക വെച്ചാൽ എത്ര വേണോ അത്രയും നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അത്ര മാത്രം വാങ്ങുക. അപ്പോൾ നമ്മൾ ആ കഴിച്ചു, അപ്പോൾ തീർന്നു. പിന്നീട് അതെന്നെ പോയി മഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അത് സ്റ്റോറായിട്ട് ഉണ്ടാവരുത്. ഇപ്പോൾ ബിസ്ക്കറ്റ്സൊക്കെ ഞാൻ വയ്ക്കാറേ ഇല്ല. ഞാൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ച കാലം തന്നെ മറന്നു. കാരണം ഞാൻ ഒരിക്കലും ബിസ്ക്കറ്റ്സ് ഒന്നും കഴിക്കാറ് പോലും ഇല്ല. ഇവിടെ വാങ്ങാറും ഇല്ല, വെക്കാറും ഇല്ല. ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിച്ചു, ഞാൻ ചിപ്സൊക്കെ കഴിക്കണത് നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ ഞാൻ ഒരു കുറ്റസമ്മതം നടത്തിയതാണ് ഇപ്പോൾ.